പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം പറയുന്നു. ഇന്ന് ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത് ബ്രദർ രാജേഷ് തിരുവനന്തപുരത്തു നിന്നാണ്. പ്രിയ സഹോദരനെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം പറയുന്നു. പ്രൈസ് ലോർഡ് ബ്രദറെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട പ്രിയപ്പെട്ടതിലൂടെ കേൾക്കുവാൻ പോകുന്ന അതിൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള സമയങ്ങളിൽ രാജേഷിൻ്റെതാണ്, രാജേഷിന് അത് ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. എൻ്റെ പേര് രാജേഷാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് എൻ്റെ കർത്താവ് ചെയ്ത നന്മകളെ സാക്ഷിയായി ചൊല്ലുവാൻ തക്കവണ്ണം അവസരമൊരുക്കി തന്ന എൻ്റെ കർത്താവിനും ഈ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് രാജേഷ്. ആമേൻ. സ്തോത്രം. ഞാൻ താമസിക്കുന്നത് ഇവിടെ പേയാട് തച്ചോട്ടുകാവ് എന്ന സ്ഥലത്താണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് ഒരു മോളുണ്ട്. മോള് പഠിക്കുന്നത് നഴ്സിംഗ് ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ ജനിച്ച സമയം മുതൽക്ക് എനിക്ക് യേശുവിനെ അറിയാം, അത്രേ ഉള്ളൂ. ആമേൻ. സ്തോത്രം. എൻ്റെ കുടുംബം, ഞാൻ അച്ഛൻ, അമ്മ, അവരൊക്കെ മാത്രമേ നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇന്നും അവര് അന്യ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആയി തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ യേശുവിനെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ എനിക്ക് അറിവ് വരുന്ന സമയത്തൊക്കെ ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്. ഞങ്ങൾ CSI ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത്. കാരണം എൻ്റെ അമ്മ ആ ഒരു ബന്ധങ്ങൾ മുഴുവനും ഈ കുടുംബ കോവിലും എന്താ പറയാ, ഈ ആഴ്ചതോറും ഈ ബലി കഴിക്കുക, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ട് അമ്മ നമ്മുടെ അടുത്തുള്ള ഒരു ചർച്ചിൽ പോയിട്ട് എന്നെ നേർന്നതെന്നാണ് അമ്മ പറയുന്നത്. ഞാൻ എൻ്റെ മകനെ യേശുവിനായി നേരുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ നേർന്നപ്പോഴാണ് എൻ്റെ അസുഖം മാറിയെന്നാണ് എൻ്റെ അമ്മ പറയുന്നത്. അപ്പൊ ഞാൻ അറിവായ സമയത്ത് ഞാൻ CSI ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛൻ എല്ലാ ഞായറാഴ്ചയും വെളുപ്പിനെ 4 മണിയാകുമ്പം എന്നെ എൻ്റെ സഹോദരിയെ വിളിച്ച് എണ്ണയിപ്പിച്ച് കുളിപ്പിച്ച് സൺഡേ സ്കൂളിനായിട്ട് കൊണ്ടുപോകും. ഞാൻ ഇന്നും അത് ഓർക്കാറുണ്ട്, എൻ്റെ അപ്പൻ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് എനിക്ക് യേശുവിനെ അറിയാം. ഇത് പിന്നെ അറിയാന്നുള്ളതെന്ന് പറഞ്ഞാൽ, കാനാവിലെ കല്യാണത്തിന് കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, ഇത്രേ എനിക്കറിയത്തുള്ളൂ. യേശു ചെയ്ത അത്ഭുതം എനിക്ക് മനസ്സിലായത് ഇന്നും CSI അത് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. പക്ഷേ സ്തോത്രം, ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത്, അങ്ങനെ എനിക്ക് ഈ പള്ളിയിൽ പോകുന്ന സമയത്തും അടുത്ത് ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ അപ്പൻ എന്നെ കൊണ്ടുപോകാറുണ്ട്. അന്ന് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഈ RD സുന്ദർ സിംഗ് എന്ന ഒരു ബ്രദർ, അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു എല്ലാവരും അറിയുന്ന, കാരണം നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും പേര് കേട്ട ഒരു അഭിഷിക്തനാണ്. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുക്ക ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ആളുടെ കൺവെൻഷനായിട്ട് എൻ്റെ പപ്പ എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹം, കാരണം ആ പാസ്റ്റർ ഇത്രയും ജനങ്ങളുടെ നടുവിൽ നിന്ന് വചനം പ്രസംഗിക്കുമ്പോ എനിക്കൊരു ആഗ്രഹം, ദൈവമേ എനിക്ക് അതുപോലെ ഒന്ന് പ്രസംഗിക്കണമല്ലോ എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വചനം ശ്രദ്ധിക്കുന്നില്ല. ആള് ആ ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിരിക്കുന്നു, ഇരിക്കുന്നു, എല്ലാവരും ബഹുമാനിക്കുന്നു, ഇങ്ങനെ ഒരു ചിന്ത. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. അന്ന് എനിക്ക് ഒരു 13-14 വയസ്സേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് ഈ പാസ്റ്റർ ചെയ്യുന്നത് പോലെ ഫുൾ ഷർട്ടൊക്കെ ഇട്ട് വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വീടിന്റെ ചുറ്റുപാടും ഇങ്ങനെ നടക്കും. എല്ലാ വീടുകളിലും പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇന്നും എല്ലാ ആൾക്കാർ കാണുമ്പോൾ പറയാറുണ്ട്, പണ്ടത്തെ രാജേഷിനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ട് ഇച്ചിരി ഭയങ്കരമായിട്ടുള്ള ഒരു കൂടിയിട്ട് സ്കൂളിൽ പോകാത്ത ഒരവസ്ഥ. പിന്നെ എൻ്റെ മാതാവിന് കണ്ണിൽ നിന്ന് കണ്ണീരൊഴിഞ്ഞിട്ട് സമയമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ ഭയങ്കര കൂട്ടായി. പിന്നെ ലഹരി വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ എന്താ പറയാ, എൻ്റെ ദേശത്ത് എന്നെ കാണുന്നവർ ഈ പുഴുത്ത പട്ടിക്ക് തുല്യം എന്നുള്ള രീതിയിലായി എൻ്റെ ബന്ധങ്ങൾ. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പരീക്ഷയെ തോൽക്കുകയും എൻ്റെ വീട്ടുകാർ പിന്നെ വളരെയധികം ആൾക്കാരുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറി തുടങ്ങി. എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ജയിച്ചു കയറിപ്പോയി, പക്ഷെ ഞാൻ തോറ്റുപോയി. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഭവനത്തിൽ ഇരിക്കണ്ട എന്ന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ജോലിക്ക് കൊണ്ടാക്കി. വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി. 2 ദിവസം പോകും, തിരിച്ചു വരും. തടികടച്ചിൽ അവിടെ കൊണ്ടാക്കി, അവിടെ കൊണ്ടുപോയി തിരിച്ചു വന്നു. അങ്ങനെ എന്നെ
ഇങ്ങനെ ഇങ്ങനെ നാളുകൾ നീണ്ടുപോയി ഒരു 19-20 വയസ്സായപ്പോ എന്നെ നമ്മുടെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ എന്ന ഒരു തുണിക്കടയിൽ എന്റെ അപ്പൻ എന്നെ കൊണ്ടാക്കുവാനിടയായി. അവിടെ വെച്ചാണ് എന്റെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ വെച്ച് അന്ന് എനിക്കൊരു ചെറിയൊരു മൊബൈൽ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഭയങ്കരമായിട്ട്, കാരണം ഒരു മൊബൈല് എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നോ അതിനെ അങ്ങനെ ഉപയോഗിക്കാനാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ മൊബൈലിൽ നിന്ന് ഞാൻ ഈ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഈ നമ്പരൊക്കെ ഇങ്ങനെ മാറി മാറി വിളിച്ച് അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് ഞാനിങ്ങനെ ബന്ധം പുലർത്തുവാനിടയായി. അന്ന് ഞാന് പിന്നെ എന്റെ ഫാമിലി എനിക്ക് ഇഷ്ടമല്ല, അവർ സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ഇതായി. പക്ഷെ എന്തോ എനിക്ക് അറിയത്തില്ല, ഞാൻ അന്ന് ആ ഫോണിൽ ബന്ധപ്പെട്ട ആ മകളാണ് ഇന്ന് എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ ഉള്ളത്. ഞാൻ ഇന്ന് ചിന്തിക്കും ഇതൊക്കെ ദൈവം. കാരണം വചനം പറയുന്നു, നിന്റെ അമ്മയുടെ ഗർഭത്തിന്റെ ഉള്ളിൽ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞതാ. അപ്പോ ഞാൻ ചിന്തിക്കുന്നു ഇതൊക്കെ എന്റെ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ വരത്തില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ അങ്ങനെ അവളെ കണ്ടുമുട്ടുകയും ഇന്ന് എന്നോട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അവളായിട്ട് ജീവിക്കുന്ന സമയത്ത് ഞാൻ ഈ ജോലിക്ക് പോകുന്ന ഒരു കൂട്ടത്തിലല്ല. കാരണം എനിക്ക് ദേഹം എനിക്ക് ഇഷ്ടമല്ല ഒരിക്കലും. അങ്ങനെ അവര് എന്നെ വഴക്ക് പറയടാ, നീ ഇങ്ങനെ ഒരു പെണ്ണെ കൊണ്ടുവന്നിട്ട് നീ എന്തുകൊണ്ട് നീ ജോലിക്ക് പോകുന്നില്ല, നീ എന്തുകൊണ്ട് നീ പള്ളിയിൽ വരുന്നില്ല, ഇതൊക്കെ എന്റെ അപ്പനും എന്നും പറയണം. നീ ഒന്ന് പള്ളിയിൽ വാ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുതേ. വചനം പറയുന്ന കണ്ടോ, ദൈവത്തിനെ മറക്കുന്നവരെ ദൈവം കീറിക്കളയും. അന്നൊന്ന് ഞാനൊരു ദൈവത്തിന് എന്ന് പറയാ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ കാര്യം നിസ്സാരാക്കി കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. പിന്നെ വീട്ടിൽ പട്ടിണി കിടക്കണ്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് കടന്നുപോയി. അവിടെ വെച്ച് ഞാൻ ചിരി ഹൈറേഞ്ചിലുള്ള കൂട്ടുകാരുമായിട്ട് കമ്പനി അടിച്ചിട്ട് ഞാൻ മദ്യപിക്കുവാൻ തുടങ്ങി. എന്റെ ദൈവമക്കളെ, പിന്നെ ഞാൻ വീട്ടിൽ വരുന്നത് ഞാൻ എന്താ പറയാ, 4 കാലിലൊക്കെയാണ് ഞാൻ വരുന്നത്, ഇഴഞ്ഞൊക്കെയാ വരുന്നത്. ആ രീതിയിലായി. വീട്ടുകാർക്ക് കണ്ണുനീരാണെങ്കിൽ ഒരു കുറവില്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എനിക്കൊരു പനി വരുവാനിടയായി. ആ പനി വന്നപ്പോ എന്റെ അമ്മ രാത്രി ഇരുന്ന് കണ്ണുനീരോടെ കരയും. ദൈവമേ, എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ മകൻ എന്തോ, ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ എന്റെ മകൻ വരുന്നില്ലല്ലോ അമ്മ രാത്രികൾ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു പനി വരികയും എന്നെ പെട്ടെന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കി. അവിടെ അഡ്മിറ്റ് ആക്കിയ സമയത്ത് എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, എന്താണ് പ്രശ്നം? ഞാൻ പെട്ടെന്ന് ഞാൻ ശരീരം അങ്ങ് ശോഷിച്ചു പോയി. പെട്ടെന്ന് വണ്ണിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് ശോഷിച്ചു പോയി. അങ്ങനെ ഡോക്ടർ മരുന്ന് തന്നു, കഴിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ എനിക്ക് ഈ വയറിന്റെ ഇടതുവശത്ത് ഭയങ്കര വേദന. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഭയങ്കര വേദനയാണല്ലോ. ഞാൻ ഹോസ്പിറ്റലാണെങ്കിലും അമ്മയും അപ്പനും എന്റെ ഭാര്യയും എന്റെ ചുറ്റും ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് എന്നെ അല്ല അവർ പറയുന്നത്, ദൈവത്തോട് കരഞ്ഞ് മാപ്പ് പറയാം, എന്റെ മകനോട് ക്ഷമിക്കണം, എന്റെ മകനെ എനിക്ക് തിരികെ വേണം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, എന്റെ ഇടത് ഭാഗത്തൊരു വേദനയുണ്ട്, നമുക്കൊന്ന് നോക്കിയാലേ പറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെ സ്കാൻ ചെയ്തപ്പോ ഇടത് സൈഡ് ഇങ്ങനെ ഒരു മുഴ വളരുന്നതായി അവർ കാണുവാനിടയായി. അങ്ങനെ അവിടെ നിന്ന് കഴിക്കാനായിട്ടൊക്കെ മരുന്ന് വന്നു, ഭവനത്തിൽ അയച്ചു. ഭവനത്തിൽ വന്നു. പിന്നെ അടുത്ത ഒരു ഭവനത്തില് ഒരു പെന്തക്കോസ്തിന്റെ ഒരു ആരാധന ഉണ്ടായിരുന്നു. അവിടെ കടന്നുപോയി ആ പാസ്റ്ററായിട്ട് ഞാനായിട്ട് സംസാരിക്കുന്നു. ആ പാസ്റ്റർ എന്നോട് പ്രാർത്ഥിക്കും. വലിയ ധൈര്യവും ഒക്കെ ആയി. എന്റെ രോഗം അങ്ങനെ കർത്താവ് മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എന്റെ രോഗം മാറി, എന്റെ ശരീരത്തിൽ ബലം തിരിച്ചു വന്നു. ഞാൻ പതുക്കെ ദൈവത്തെ മറക്കാൻ തുടങ്ങി. പിന്നെയും ഞാൻ വീണപ്പോൾ ഇല്ലാത്ത കൂട്ടുകാർ പിന്നെയും ഞാൻ എണീറ്റപ്പോൾ എന്റെ അടുക്കെ കടന്നു വന്നു. അവരായിട്ട് ബന്ധം പുലർത്താൻ പിന്നെയും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കൂട്ടുകാരായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ബ്ലഡ് ഛർദ്ദിക്കുവാനിടയായി. ബ്ലഡ് ഛർദ്ദിച്ചു. അവര് പേടിച്ചുപോയി. പെട്ടെന്ന് എന്റെ വൈഫിനെ വിളിച്ചു. ചേച്ചി ഇതുപോലെയാണ്, പെട്ടെന്ന് വരണം, ചേട്ടൻ ബ്ലഡ് ഛർദ്ദിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനിടയായി. മെഡിക്കൽ കോളേജിൽ പോയി അവർ സ്കാൻ ചെയ്തു. അവര് എൻഡോസ്കോപ്പി നമ്മുടെ വയറ്റിലൂടെ നമ്മുടെ ക്യാമറ ഇറക്കി ചെയ്തപ്പോൾ ലിവറിന്റെ ഒരു പകുതി ഭാഗം പോയി. അപ്പൊ ഇവർക്ക് എന്നെ ഒരു അത്ഭുതമാണ്, നീ ഇത്രയും കഴിച്ചിരുന്നോ എന്ന്. പക്ഷെ എന്റെ ദൈവം എന്നെ രക്ഷിച്ച, എനിക്കത് മാത്രമേ പറയാനൂ, വേറെ ഒന്നുമില്ല. അവിടെ അന്ന് രാത്രി അവിടെ നിന്ന് ഒരു 3 ദിവസം അവിടെ അവർ ഒബ്സർവേഷനിൽ വെച്ചു, എല്ലാം കണ്ടു. അവർ പറഞ്ഞു, ഇനി കുഴപ്പമില്ല, ഒരു തുള്ളി പോലും കഴിക്കരുത് രാജേഷേ എന്ന് പറഞ്ഞു. എന്നിട്ടും ആ ഡോക്ടറിന്റെ അടുത്ത് പറയുക, പ്രാർത്ഥിക്കുക. ഡോക്ടർ പറയാ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അത് മാത്രമേ ഉള്ളൂ, പിന്നെ ഇനി മദ്യപിക്കരുത്. അങ്ങനെ ഭവനത്തിൽ കടന്നു വന്നു. പിന്നെ ഈ ലോകത്തില് എല്ലാവർക്കും ഒരു അത്ഭുതം, ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഭയങ്കര ദൈവമകന. പിന്നെ ആൾക്കാരൊക്കെ പറയുന്നു, അയ്യോ ഇതുപോലെ ദൈവമകൻ വേറെ ഇല്ല. അങ്ങനെ എന്റെ ജീവിതത്തിൽ പിന്നെയും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എനിക്ക് എന്റെ ശരീരത്തിൽ പിന്നെയും ആരോഗ്യം വന്നു, പിന്നെയും ബലം വന്നു. അപ്പൊ എന്റെ കുടുംബത്തിൽ അവർ പറഞ്ഞു, എന്തെങ്കിലും ഒരു ചെറിയ ജോലിക്ക് രാജേഷ് പോണം,
ഞാൻ അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കാട്ടാക്കട അന്തിയർക്കോണം ഭാഗത്ത് ഒരു ജ്യൂസ് കട ഇടുവാൻ ഇടയായി. ആ ജ്യൂസ് കട ഇട്ടു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പിന്നെയും പോയ കൂട്ടുകാർ തിരികെ വരുവാനിടയായി. അവർ വന്ന് ഞാൻ ജ്യൂസൊക്കെ കലക്കി വെക്കും, അവർ കുഞ്ഞു കുപ്പി കൊണ്ടുവരും, ഒഴിച്ച് അവർ കുടിക്കും. എന്റെ അടുത്ത് ചോദിക്കും വേണോ? ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഇനി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ എന്റെ ദൈവം പോലും എന്നെ വിട്ടുകളയുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവര് കുടിക്കുന്നത് കണ്ട് 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 പിന്നെയും എനിക്ക് കുടിക്കണമെന്നുള്ള തോന്നുന്നു, ആത്മീയ പ്രേരണ പിന്നെയും തുടങ്ങി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ അറിയാതെ ഞാൻ എടുത്ത് കുടിച്ചു. ഈ കുടിച്ചത് 2 നാളായി, 3 നാളായി, 4 നാളായി, പിന്നെയും കുടിച്ചു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കട അടച്ചിട്ട് ഞാൻ ഈ കൂട്ടുകാരുടെ തിരികെ അവര് വിളിച്ചില്ല, ഞാൻ അവരെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാ. നമ്മുടെ എനിക്ക് ഒരെണ്ണം കഴിക്കണം. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ശരീരത്തിൽ എന്തോ ഒരു മാറ്റം വരുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് വീട്ടിൽ വരുവാനിടയായി. ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വീട്ടില് വീട്ടിൽ ആരുമില്ല. ഞാൻ വീട്ടിൽ വന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ കണ്ണു തുറന്നപ്പോൾ മെഡിക്കൽ കോളേജില് ICUല് എന്റെ ശരീരത്തിൽ ബ്ലഡ് കയറ്റിക്കൊണ്ട് ഞാൻ കിടക്കുക. വീടിന്റെ അടുത്തുള്ളവർ നോക്കിയപ്പോ വീടിന്റെ ഫ്രണ്ടിൽ മൊബൈൽ ചിതറി കിടപ്പുണ്ട്, വണ്ടി സ്റ്റാൻഡിൽ നിന്ന് വീണ് കിടപ്പുണ്ട്. അവര് പെട്ടെന്ന് വീട്ടിൽ വിളിച്ചു. വീട്ടിൽ അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ പെട്ടെന്ന് വരണം, വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭാര്യ വന്നപ്പോൾ കട്ടില് ഞാൻ കിടപ്പുണ്ട്, ഹാള് മൊത്തം ഇങ്ങനെ ബ്ലഡാ, ഒരു അനക്കവും ഇല്ല, ഭയങ്കര നിലവിളിയായി. ഇവിടെ ആൾക്കാർ പറഞ്ഞു രാജേഷ് മരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ആംബുലൻസിലെടുത്ത് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്ന് എന്നെ പരിശോധിച്ച ഡോക്ടർ എന്റെ ഈ ആശുപത്രിയിലെ പേപ്പറുകൾ നോക്കിയിട്ട് പെട്ടെന്ന് വാരി എറിയുവാനിടയായി. എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് ഇനി ഇവൻ കുടിക്കരുതെന്ന്, എനിക്കിനി നോക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ ഭാര്യ അവിടെ നിന്ന് കണ്ണുനീരോടെ നിലവിളിച്ചു, ഡോക്ടറെ ഒരിക്കൽ കൂടി ഒന്ന് രക്ഷിക്കണം, ഒരിക്കലും ഞങ്ങൾക്ക് ഇനി വേറെ ആരുമില്ല. അങ്ങനെ എന്റെ ഭാര്യയുടെ അമ്മയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവരെന്നെ ചികിത്സിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചികിത്സിച്ചു. എന്റെ അവിടെയൊക്കെ എനിക്ക് അന്നൊന്നും ഞാൻ കർത്താവിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നില്ല. അന്നും അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു, ഭവനത്തിൽ കടന്നു വന്നു. പക്ഷെ അന്ന് തൊട്ട് ഞാൻ ഇതുവരെയും മദ്യം തൊട്ടിട്ടില്ല, ലഹരി പദാർത്ഥം ഒന്നും തൊട്ടിട്ടില്ല. ഞാൻ അങ്ങനെ വീട്ടിലിരിക്കെ എന്റെ അപ്പനും അമ്മയും പിന്നെയും പള്ളിയിൽ വിളിച്ചു. ഞാൻ പള്ളിയിൽ പോകത്തില്ല, പക്ഷെ ഞാൻ മദ്യപിക്കത്തുമില്ല, ലഹരി പദാർത്ഥം, പക്ഷെ എനിക്ക് പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പള്ളി പോകണമല്ലോ. അങ്ങനെ ഇരിക്കെ നമ്മുടെ വെട്ടുകാട് പള്ളി, എല്ലാവർക്കും അറിവെന്ന് അറിയത്തില്ല, നമ്മുടെ തിരുവനന്തപുരം വെട്ടുകാട് പള്ളി, അവിടെ ഞാൻ എന്റെ വൈഫുമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും കടന്നു പോകുവാൻ ഇടയായി. മകളുണ്ട്. അവിടെ ചെന്ന് അവിടെ ഒരു വലിയ യേശുവിന്റെ പ്രതിമ, അത് യേശു ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊരു വിശ്വാസമല്ല. കാരണം നമ്മുടെ കർത്താവ് ഒരിക്കലും ഒരു പ്രതിമയല്ല. ആൾക്കാരെ ചുറ്റുന്നു, പാദത്തിൽ ചുംബിക്കുന്നു. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. അവിടെ പള്ളിയിൽ അച്ഛൻ പ്രാർത്ഥിച്ച് കുറെ നൂല് തരും, ഞാൻ ഇങ്ങനെ കയ്യിൽ കെട്ടും. അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു ഭയം എന്റെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങി. ഞാൻ മരിച്ചു പോകും എന്നൊരു ഭയം. ഇതുവരെയ്ക്ക് എനിക്ക് തോന്നിട്ടില്ല. ഞാൻ ഇത്രയും ബ്ലഡ് ഛർദ്ദിച്ച് കിടന്നിട്ട് പോലും ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടിട്ടില്ല. പക്ഷെ പെട്ടെന്നൊരു ഭയം എന്റെ ഉള്ളിൽ വരുവാനിടയായി. നാളെ നീ മരിക്കും, അല്ലെങ്കിൽ നീ ഒരല്പസമയം കഴിയുമ്പോൾ മരിക്കും. എനിക്ക് പുറത്തിറങ്ങാൻ പേടിയായി, മറ്റുള്ളവരോട് സംസാരിക്കാൻ പേടിയായി. മറ്റുള്ളവർ അടുത്ത് വരുമ്പോൾ എനിക്ക് സന്തോഷത്തോടെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ ഇന്ന് സന്തോഷത്തോടെ സംസാരിച്ചിട്ട് നാളെ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് രാത്രി ഉറങ്ങാൻ പേടി. ഉറങ്ങിയാൽ രാവിലെ ഞാൻ എണ്ണിക്കുമോ? എനിക്കറിയത്തില്ല, എനിക്ക് പേടി. ഞാൻ ഉറങ്ങാതിരിക്കും, കാരണം കണ്ണടഞ്ഞു പോയാൽ ഞാൻ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? ആ ഒരു പേടി എന്റെ ഉള്ളിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, മണിയറോള ഹോസ്പിറ്റലില് ഞാൻ സ്ഥിരം കടന്നു പോകാനിടയായി. രാത്രി ആകുമ്പോൾ നെഞ്ചിങ്ങനെ വേദന എടുക്കും, പക്ഷെ തോന്നല, നെഞ്ച് വേദന എടുക്കും. ഞാൻ വീടിന്റെ ചുറ്റും കിടന്ന് ഞാൻ ഓടും. ദൈവമേ, ഞാനിപ്പോ ചത്തുപോകും. പെട്ടെന്ന് എന്റെ ഭാര്യ ഓട്ടോറിക്ഷ വിളിക്കും, അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ECG എടുക്കും, ഇഞ്ചക്ഷൻ എടുക്കും. ഒരു കുഴപ്പമില്ല, ധൈര്യത്തോടെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കട്ടിലിൽ കിടക്കും. പിന്നെയും പേടി. പിന്നെ ഞാൻ പറയട്ടെ, കണ്ണടയ്ക്കുമ്പോൾ എന്റെ മരിച്ചുപോയ വല്യമ്മയും അപ്പനൊക്കെ വന്ന് മുമ്പിൽ നിന്ന് വിളിക്കുന്നത് പോലെ, നീ വാ, നീ ജീവിച്ചത് മതി, നീ ഇനി ജീവിച്ചത് മതി എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിക്കും. ഞാൻ പറയും മിനി എനിക്ക് വയ്യ. എന്റെ വൈഫിന്റെ പേര് മിനി എന്നാണ്. മിനി എനിക്ക് വയ്യ, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അവൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഈ പോസ്റ്റുകളിൽ ഈ ചരമക്കുറിപ്പ് ഫോട്ടോ ഒട്ടിക്കുമ്പോൾ എനിക്ക് കാണുന്നത് പേടി. റോഡിൽ കരിങ്കൊടി കാണുമ്പോൾ എനിക്കത് പേടി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുപോയപ്പോൾ അവിടെ വെച്ച് അൻസു സാമുവൽ എന്നൊരു ദൈവമകനെ പരിചയപ്പെടുവാൻ ഇടയായി. അവിടെ വെച്ച് ആള് ചോദിച്ചു, എന്താ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇത് സാറേ, ഇത് വെട്ടുകാട് പള്ളിയിലെ നൂലാണ്. എന്തിനാണ് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതുപോലെ എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറ് ചോദിച്ചു, എന്റെ അമ്മയും പപ്പയും ഞാനൊന്ന് ഭവനത്തിലേക്ക് വിടട്ടെ എന്ന് ചോദിച്ചു.
അപ്പോൾ ശരി ശരി സാറേ എന്ന് ഞാൻ പറഞ്ഞു ഭവനത്തിൽ കടന്നുപോയി. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഞാൻ ഈ സാറിന്റെ അപ്പനും അമ്മയും വരുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഭാര്യ ഇങ്ങനെ അവരൊരു പള്ളിയിലൊക്കെയാണ് കടന്നു പോകുന്നത്. ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി എനിക്കിങ്ങനെ ഒരു മരണഭയമുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഇവിടെ നമ്മുടെ ഈ മണ്ണന്തല, തിരുവനന്തപുരം മണ്ണന്തല ഭാഗത്ത് ഒരു പാസ്റ്റർ ഉണ്ട്, അവിടെ പോയാൽ മതി, എല്ലാ അസുഖവും മാറും, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അവിടെ കടന്നു പോകുവാനിടയായി. അവിടെ ചെന്ന് ആ പാസ്റ്ററായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. ആ പാസ്റ്റർ അന്ന് എന്റെ കൈ പിടിച്ചിങ്ങ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അയ്യോ രാജേഷേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടല്ലോ, കരിങ്കൊടി കാണാന്റെ സമയം കഴിഞ്ഞു. അവിടെ അങ്ങനെ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെ ചിലപ്പോൾ ഈ പാസ്റ്റർ ധൈര്യപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഇല്ല, അവിടെ നിന്ന് ഞാൻ വേദനയോടെ കണ്ണുനീരോടെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് രാജേഷേ ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, പേടിക്കണ്ട, ചിലപ്പോ ചെറിയ പേടിയൊക്കെ ഉണ്ടാവാം, പേടിക്കണ്ട, ദൈവം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം എനിക്ക് തന്നു. ഞാൻ വീട്ടിൽ വന്നു. അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് തല അങ്ങ് കറങ്ങാൻ തുടങ്ങി. പിന്നെ ഞാൻ കുടിച്ചില്ല. കാരണം എന്തോ അതിലോ കലക്കിയിരിക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ. പിന്നെയും കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പാസ്റ്റർ എന്നെ വിളിക്കുവാനിടയായി. പാസ്റ്ററിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷെ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ രാജേഷിന്റെ വീട്ടിന്റെ അടുത്തുള്ള ചില വ്യക്തികൾ രാജേഷ് ഈ ലോകത്തിൽ നിന്നും മാറിപ്പോകാനായിട്ട് ചില മന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട്. രാജേഷിന്റെ വീടിന്റെ ചുറ്റും ചെമ്പ് കമ്പി കൊണ്ട് ഇങ്ങനെ നക്ഷത്രം പോലെ കെട്ടുന്നുണ്ട്. എനിക്കിവിടെ പേടി, എനിക്ക് പുറത്തിറങ്ങാൻ പേടി. ഞാൻ പറഞ്ഞു, ദൈവമേ പാസ്റ്ററെ എന്തെങ്കിലും പറ്റുമോ? പേടിക്കണ്ട. 10,001 രൂപ കൊണ്ട് നമുക്കൊരു പരിപാടി ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഈ വെള്ളത്തിൽ വീണ് നീന്തുന്നവൻ ഒരു കച്ചി തുരുമ്പ് കിട്ടുന്നത് പോലെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ 10 or 20 ഞാൻ ചെലവാക്കാം, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. പേടിക്കണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഒരു 5,000 കൊണ്ടുവരണം. ഞാൻ പഠന വൈഫിന്റെ അടുത്ത് പറഞ്ഞു, എടി ഒരു 5,000 രൂപ വേണം. പൈസ ഇല്ല, കാരണം ചികിത്സ ചെയ്ത് അത്രയും കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്കെന്നെ വേണ്ടത്, ഞാൻ അവളോട് ദേഷ്യപ്പെടുക. അങ്ങനെ അവള് അവിടെ ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച് ഈ പാസ്റ്ററിന്റെ അടുക്കെ ഞങ്ങൾ കടന്നു പോവുകയാണ്. അവിടെ ചെന്നു. പാസ്റ്റർ എന്നെ കണ്ടറിഞ്ഞ പറഞ്ഞു, 5,000 രൂപ കൊണ്ടുവന്നോ? നമുക്കൊരു ചെറിയ ഉപവാസം ഇരിക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ പായൊക്കെ ഇട്ടിരുന്ന് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ചോറ് വിളമ്പട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഉപവാസം? കുഴപ്പമില്ല, ഇതൊക്കെ മതി, നമ്മുടെ പൈസ വെച്ചുള്ള പരിപാടിയാ. അങ്ങനെ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചു. ഈ 5,000 രൂപ വാങ്ങി അയാൾ ആ പാസ്റ്റർ കയ്യിൽ ഇങ്ങനെ വാങ്ങിയതും പാസ്റ്ററിന്റെ ഫോണിൽ ഒരു കോൾ വന്നു. ആ കോൾ എടുത്തിട്ട് പെട്ടെന്ന് അയ്യോ എന്ന് ആള് വിളിച്ചു. ഞാൻ എന്താ പാസ്റ്ററെ? അയ്യോ, എന്റെ മോള് പ്രഗ്നന്റ് ആയിട്ട് ഇന്ന് ഡേറ്റ് ആണ്, ഹോസ്പിറ്റലില് അബോർഷൻ ആവാനിടയായി എന്ന് പറഞ്ഞു. എപ്പോഴും ഞാനൊന്നും മനസ്സിലാക്കുന്നില്ല. കാരണം അയ്യോ എന്ത് പറ്റി? അയ്യോ എന്റെ മോൾ അബോർഷൻ ആയി എന്ന് പറഞ്ഞു. ഈ 5,000 രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഉടനെ ആ കോള് വരുന്നത്. അത് കഴിഞ്ഞ് നേരെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ, നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം, ഓക്കെ എന്ന് പറഞ്ഞ് പോകാനിടയായി. അത് കഴിഞ്ഞ് ഒരു 3-4 ആഴ്ച കഴിഞ്ഞ് പിന്നെ വിളിക്കുക, പെട്ടെന്ന് ബാക്കി പൈസയോടെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇന്നെന്റെ പൈസ ഇല്ല. അയ്യോ പറ്റത്തില്ല രാജേഷേ, പറ്റത്തില്ല, മരണം ഫ്രണ്ട് നിൽക്കുക, സ്റ്റെപ്പ്. ഞാനിവിടെ എന്താ പറയാ, ഞാനാകെ മുടിയും വളർത്തി പ്രാന്തനെ പോലെ, മറ്റുള്ളവരുടെ മിണ്ടത്തുമില്ല. എന്റെ ബന്ധുക്കൾ വന്ന് ധൈര്യപ്പെടുത്തത്തില്ല. അയ്യോ രാജേഷ്, ഞാനും ഇന്നലെ സ്വപ്നം കണ്ടതാ, നീ മരിച്ചു പോയെന്ന്. എന്നെ അങ്ങ് പറഞ്ഞ് എനിക്ക് ആഹാരവും കഴിക്കാൻ പറ്റുന്നില്ല, എന്റെ വീട്ടുകാരോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരവസ്ഥ. എന്റെ ഭാര്യയൊക്കെ നോക്കിയപ്പോൾ ഞാനൊരു ഭ്രാന്തനെ പോലെ, വഴിയിൽ നടക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ എന്റെ രൂപം. മുടി വളർത്തി, അയ്യോ എന്താ പറയാ, ഞാനങ്ങ് വേറെ എന്തോ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നാട്ടുകാർ നോക്കി, അയ്യോ എങ്ങനെ നടന്ന രാജേഷ, ഭ്രാന്തനെ പോലെ. എനിക്ക് എല്ലാവരും സ്നേഹിക്കണമെന്നുണ്ട്, എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറണമെന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് സന്തോഷത്തോടെ സംസാരിച്ചാൽ ചിലപ്പോൾ നാളെ ആൾക്കാർ പറയും, അയ്യോ ഇന്നലെ സന്തോഷത്തോടെ ഇരുന്ന രാജേഷ് കണ്ടോ ഇന്ന് മരിച്ചുപോയി. ഇതാണ് എന്റെ ഉള്ളിൽ ഭയം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ പാസ്റ്റർ വിളിച്ചു, നമുക്ക് ബാക്കി പൈസയോടെ കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാ. അവള് പറഞ്ഞു, ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കാനാ പൈസ? ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടാക്കിയാലേ പറ്റൂ, എനിക്ക് ജീവിക്കണം, എനിക്ക് എന്റെ കൂട്ടുകാർ സന്തോഷിക്കുന്നത് പോലെ എനിക്ക് സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ പിന്നെയും ആരോടൊന്നൊക്കെ കടം വാങ്ങി ഈ പൈസ അവിടെ കൊണ്ടുപോകാനിടയായി. ഇത് കൊടുത്ത സമയത്തും അവിടെ പിന്നെയും ഒരു സംഭവം കൊണ്ടുപോകാനിടയായി. അത് കഴിഞ്ഞു. പറഞ്ഞു, ഇനി രാജേഷ് പേടിക്കണ്ട, നോ പ്രോബ്ലം, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. അന്ന് എനിക്കൊരു ധൈര്യമായി, കാരണം ഞാൻ 10,000 രൂപ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ലോ. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ പിന്നെയും എന്റെ ഉള്ളിൽ ഇങ്ങനെ ഭയം വരാൻ തുടങ്ങി.
ഈ പാസ്റ്ററിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ 10,000 രൂപ തന്നേലേ, നിങ്ങൾ എന്ത് ചെയ്തു ആ പൈസ? അത് ഞാൻ പാവപ്പെട്ടവർക്ക് ബുക്കും ബാഗൊക്കെ മേടിച്ചു കൊടുത്ത് രാജേഷ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ഒരു മാറ്റം ഇല്ലല്ലോ പാസ്റ്ററെ, ഞാൻ എന്ത് ചെയ്യണം പാസ്റ്ററെ? രാജേഷ്, എന്തായാലും ഒരു കാര്യം ചെയ്യും, വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ആള് വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോവുകയും സാറിന്റെ അമ്മയും പപ്പയും ഇങ്ങനെ ഭവനത്തിൽ കടന്നു വന്ന് അന്ന് രാത്രി 7 മണിക്ക് എന്റെ വീട്ടിൽ കടന്നു വരുവാനിടയായി. കടന്നു വന്ന് ഞങ്ങൾ ഇരിക്കെ എന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുക. എന്റെ അടുത്ത് പറഞ്ഞു, രാജേഷേ, ഞാൻ രാജേഷിനെ ക്രിസ്ത്യ മതത്തിൽ ചേർക്കാൻ വന്നവനല്ല, അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ ഒരു പെന്തക്കോസ് ആക്കാൻ വേണ്ടി വന്നതല്ല. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകളും അത്ഭുതങ്ങളും ഞാൻ രാജേഷിനോട് ഷെയർ ചെയ്യും. അത് വിശ്വസിക്കുമെങ്കിൽ രാജേഷിന്റെ ജീവിതത്തിൽ നന്മ കാണും, ഉറപ്പാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, പാസ്റ്റർ എന്ന് വിളിക്കണോ സാറിനെന്ന് വിളിക്കണോ അറിയത്തില്ല, സാറേ എന്ന് ഞാൻ വിളിച്ചു. സാറേ, എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങണം സാറേ, ഞാൻ കുറെ നാളുകളായി സാറേ ഞാൻ ഉറങ്ങിയിട്ട്, എനിക്ക് പേടിയാ സാറേ. അങ്ങനെ പാസ്റ്റർ പറഞ്ഞു, 91 സങ്കീർത്തനം ഇന്ന് രാത്രി വായിച്ചിട്ട് പ്രാർത്ഥിച്ച് കിടന്നോളാൻ പറഞ്ഞു. ഞാൻ രാത്രി ഇതുവരെയ്ക്കും ബൈബിൾ എടുത്ത് വായിച്ചാലും പെട്ടെന്ന് തുറന്നു വായിക്കുന്ന ഞാൻ അന്ന് ആ വചനം വായിച്ചിട്ട് എന്റെ ദൈവത്തിന്റെ ആ കൃപയാൽ ഞാൻ സുഖമായി ഉറങ്ങുവാൻ ഇടയായി. രാവിലെ തന്നെ ഞാൻ സാറിനെ വിളിച്ചു. സാറേ, ഞാൻ സുഖമായി ഉറങ്ങി സാറേ, ഞാൻ സുഖമായി ഉറങ്ങി സാറേ എന്ന് പറഞ്ഞു. രാജേഷ്, ഒരു കാര്യം ചെയ്യണം, കുടുംബത്തോട് ഉപവാസം ഇരിക്കണം, ദൈവത്തോടെല്ലാം ഏറ്റു പറയണം, ചെയ്ത തെറ്റുകളൊക്കെ നീ ഏറ്റു പറഞ്ഞ് നീ ദൈവത്തിന്റെ സന്നിധി നീ കർത്താവിന്റെ മകനായി ജീവിക്കാൻ തയ്യാറായാൽ ഇനി ഒരു മരണവും എന്നെ ഭയപ്പെടുത്തത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ഭാര്യയും എന്റെ മകളായിട്ട് ഉപവാസം ഇരിക്കാൻ തുടങ്ങി. ഉപവാസം ഇരുന്ന രാവിലെ ആ സാറ് വിളിച്ചു പ്രാർത്ഥിച്ച് ആരംഭിച്ചു. കാരണം എനിക്ക് അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, വചനമൊക്കെ വായിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ വൈകുന്നേരം 7 മണിയായപ്പോൾ, എന്തായാലും 7 മണിയാകുമ്പോൾ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കാറുണ്ട് ഭവനത്തില്. അങ്ങനെ സാറിനെ വിളിച്ചു. സാറ് പ്രാർത്ഥിച്ച് അത് അവസാനിപ്പിച്ചു. അന്ന് തൊട്ടൊക്കെ എന്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ ആ സാറിന്റെ ഭവനത്തില് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ കടന്നു പോവുകയും ദൈവത്തോട് കൂടുതൽ അടുത്ത്, പിന്നെ എനിക്ക് വചനം എന്റെ അടുത്ത് പറയും, ഒരാഴ്ച പറയും, ഓരോ വചനം എടുത്ത് വായിച്ച് ആ വചനത്തിൽ രാജേഷിന് എന്താണോ മനസ്സിലാകുന്നത് അത് ഒരു ബുക്കിൽ എഴുതി വെച്ച് എന്റെ അടുത്ത് വന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വെള്ളിയാഴ്ചകളിൽ ഞാൻ അങ്ങനെ ബൈബിള് വായിക്കും. എന്റെ ഹൃദയത്തിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ച് ഞാൻ വെള്ളിയാഴ്ച പോയി ഞാൻ പ്രബോധനം പോലെ ആ ചർച്ചിൽ ആ ഭവനത്തിൽ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പാസ്റ്റർ പറഞ്ഞു, ഇവിടെ വന്നാൽ മാത്രം പോരാ, വിശുദ്ധ ദിവസം ഏതെങ്കിലും ഒരു ആലയത്തിൽ കടന്നുപോയി ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് 6 പ്രയർ മൗണ്ട് ചർച്ച് എന്ന പെന്തക്കോസ്ത് ചർച്ചിലേക്ക് ഞാൻ കടന്നു പോകുവാൻ ഇടയായി. 2018 അവിടെ കടന്നുപോയി. എല്ലാ ഞായറാഴ്ചയും രാവിലെ കടന്നു പോകും. ദൈവനാമത്തിൽ ദൈവമക്കളോട് ചേർന്നിരുന്ന് ആരാധിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരു ദിവസം എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, സ്നാനപ്പെടാം. കാരണം ഞാൻ CSI ചർച്ചിലെ ഈ വെള്ളം ഇങ്ങനെ നെറ്റിയിൽ തളിച്ച് സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതല്ല സ്നാനമെന്ന് എനിക്ക് അവിടെ വചനം ശുശ്രൂഷിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സോടെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് ഒന്ന് സ്നാനപ്പെടണം. അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും സ്നാനപ്പെടാൻ പറ്റത്തില്ല, നമുക്ക് കുറച്ച് ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഒക്കെ എടുക്കണം, എന്നിട്ട് മനസ്സുകൊണ്ട് തീരുമാനം എടുക്കണം. ദൈവമേ, ഒരു പുതിയ മനുഷ്യൻ ഞാൻ ജീവിച്ചോളാം, അങ്ങനെ ഒരു മാനസാന്തരം എന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നീ സ്നാനപ്പെടാവൂ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ക്ലാസ്സുകളിൽ കടന്നുപോയി. അങ്ങനെ ഞാനത് 2018 ആ ഡേറ്റ് എനിക്ക് അത്ര ഇതില്ല. ഞാന് എന്റെ അമ്മയും ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുമായി സ്നാനപ്പെടുവാൻ ഇടയായി. സ്നാനപ്പെട്ടു. അന്ന് എനിക്കൊരു പുതിയ ബൈബിള് എനിക്ക് ആ പള്ളിയിൽ നിന്ന് തരുവാനിടയായി. ഞാനത് പൊന്നുപോലെ ഞാൻ ഇന്നും അത് സൂക്ഷിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ദിവസവും ബൈബിള് വായിക്കുന്നു. അങ്ങനെ ബൈബിള് വായിച്ചു കൊണ്ടിരിക്കെ അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായി ദൈവത്തോട്. കാരണം ഞാൻ പുറത്തിറങ്ങുമെങ്കിലും ഞാൻ പറയും, അപ്പാ, ഞാൻ പിന്നെ എന്റെ കർത്താവിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്റെ ദൈവമായിട്ട് ഇങ്ങനെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഞാനൊരു എന്താ പറയാ ഒരു പിന്നാരം പോലെ എന്റെ അപ്പനെ ഞാൻ വിളിക്കുന്നു, അപ്പാ, എനിക്ക് ഇങ്ങടുത്തൊന്ന് പോകണം, നീ എന്നെ കാത്തോന്നിട്ട് പിതാവേ, അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയുന്നതിടയിൽ. അങ്ങനെ പോകുന്ന വഴികളിലൊക്കെ എന്റെ ദൈവം എന്നെ കാത്തു. അങ്ങനെ ഞാന് ആ സാറിന്റെ ഭവനത്തിൽ ഒരു ഇരുന്ന സമയത്ത് അവിടെ വരുന്ന എല്ലാ അഭിഷിക്തരും പറയും, പ്രാർത്ഥിച്ചിട്ട് പറയും, രാജേഷിന്റെ മേലുള്ള വിളി, ദൈവവിളി, അതിന്ന് ആ വിളി ഒരു ഭയങ്കര വിളിയാ. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് അകന്നു പോകരുത്. ദൈവം ഇന്ന് രാജേഷിനെ പല രീതിയിൽ നിന്നും വേർതിരിച്ചു കൊണ്ടുവന്നെങ്കിൽ രാജേഷിൽ കൂടി ഇനി അനേകം പേർ രക്ഷിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് ആ ദൈവവിളിയെ വിട്ട് മാറരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വചനം വായിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്ന് ഒരു പാസ്റ്റർ പറഞ്ഞു, നമുക്ക് രാജേഷിന്, അന്ന് ഞാൻ ലിവർ കംപ്ലൈന്റ് ആയ ശേഷം
അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു അങ്ങനെ വെയിറ്റ് ആയ ജോലി ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഞാൻ ഭവനത്തിലേക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞു, ഈ സൊമാറ്റോ ഫുഡ് ഡെലിവറി കൊള്ളാം, നല്ലതാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ എന്താ പറയാ, ഇത് ഈ സൊമാറ്റോ ഫുഡ് ഡെലിവറിയെ കുറിച്ച് പറയുന്ന ആ നിമിഷം, ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ മേളിലിറങ്ങിയപ്പോ ആരോ വിളിച്ചു നിർത്തിയതുപോലെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നു. ആളെ കണ്ടു, ഞാൻ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അടുത്ത ദിവസം മുതൽ ഞാൻ സൊമാറ്റോ ഓടാൻ തുടങ്ങി. സൊമാറ്റോ ഓടുമെങ്കിലും ശനിയാഴ്ച രാത്രി ഫുള്ളാ ഓടിയിട്ട് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകും. അങ്ങനെ ഈ ഓടുന്ന ഈ ഓട്ടത്തില് എന്റെ പോക്കറ്റിലെ പൈസ നിറയാൻ തുടങ്ങി, എന്റെ കർത്താവുമായുള്ള ബന്ധം കുറയാൻ തുടങ്ങി. ഞായറാഴ്ച പേരിന് പള്ളിയിൽ പോകും, ഞായറാഴ്ച ആ പാസ്റ്റർക്ക് ഒന്ന് കണ്ട് ഫോൺ ചെയ്യും പേരിന്. കാരണം എന്റെ പോക്കറ്റിലെ കനം കൂടി, എന്റെ ദൈവമായുള്ള ബന്ധം കുറയുവാൻ തുടങ്ങി. ദൈവമക്കളെ, പിന്നെ ഞാൻ പള്ളിയിൽ പോകത്തില്ല, പേരിന് ഞാൻ പ്രാർത്ഥിക്കും വീട്ടിലിരുന്ന്. എന്റെ മകളും എന്റെ ഭാര്യയും പറയും, നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല. ഞാൻ പറയും കുഴപ്പമില്ല, അത് ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ എന്റെ ഭവനത്തില് ഞാൻ പറഞ്ഞു, ദൈവം ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഒരു, കാരണം ചുറ്റുപാട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ആദ്യം എന്നെ പഠിപ്പിച്ചത് എന്റെ മകളിൽ കൂടെയാ. എന്റെ മകൾ, കാരണം ഞാൻ ഓടാൻ പോകാൻ വേണ്ടി എന്റെ വൈഫ്, എനിക്ക് വയ്യായത് സുഖമില്ലാത്തത് കാരണം അവളൊരു കുടുംബത്തില് ഒരു അമ്മാമ്മയെ നോക്കാനായിട്ട് കടന്നു പോകും. അവള് രാവിലെ പോകും, ഞാനും മകളുമാണ് മാത്രം. പിന്നെ ഈ സൊമാറ്റോ ഓടിക്കഴിഞ്ഞാൽ എന്റെ പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഗെയിം കളിക്കുക. മൊബൈലിൽ ഗെയിം കളിക്കാനിരുന്നാൽ ഞാൻ വേറെ ഒന്നും ചിന്തിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, വചനവും വായിക്കത്തില്ല, ദൈവത്തെ ശ്രദ്ധിക്കത്തില്ല. ഞാൻ അതുപോലെ ഞാൻ വൈകുന്നേരം ഓടാൻ പോകും. രാത്രി മുഴുവനായിട്ട് ഞാൻ ഇങ്ങനെ സൊമാറ്റോ ഓടുക, കാരണം പൈസ ഉണ്ടാക്കണം. വെളുപ്പിനെ വരും, വെളുപ്പിനെ വീട്ടിൽ വരും, വന്ന് എന്തെങ്കിലും കഴിക്കും, കുളിക്കും, ഒരല്പം എന്തെങ്കിലും പാടി പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ദൈവഭയം, ഒരല്പം ഒന്ന് പാടി പ്രാർത്ഥിച്ചിട്ട് പിന്നെയും അല്പനേരം കിടന്നുറങ്ങിയിട്ട് മൊബൈൽ എടുത്ത് ഗെയിം കളിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം 7 മണി ഗെയിം കളിയാം. 7 മണിക്ക് ഗെയിം കളിച്ചാൽ പിന്നെ ഓടാൻ പോവാം. പിന്നെ ഞാൻ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സ്ഥിരതയില്ലാത്തവനെ പോലെ പിന്നെയും ഞാൻ ഈ സൊമാറ്റോ ഡെലിവറിയിൽ പിന്നെയും ഞാൻ ഓടാൻ തുടങ്ങി. ഞാന് അങ്ങനെ ഓടി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും എന്റെ ജീവിതത്തിൽ മരണഭയം വരുവാനിടയായി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഭവനത്തിലിരുന്ന സമയത്ത് എന്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത തോന്നി, ഞാൻ ഇനി എന്തിനു ജീവിക്കണം, ഞാൻ ഇനി എന്തിനു ജീവിക്കണം. എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും അടുത്തൊരു പ്രാർത്ഥനാലയത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി. ഞാൻ പോത്തില്ല അതുകൊണ്ട്. അപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി, ഞാൻ ഇനി എന്തിനു ജീവിക്കണം. കാരണം എനിക്ക് മറ്റുള്ളവരെ പോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ ഇനി ജീവിക്കണ്ട എന്നുള്ള ഒറ്റ തീരുമാനത്തോടെ ഞാൻ എന്റെ വീട്ടിൽ കിടന്ന കട്ടില് സ്റ്റൂളിട്ട് ഫാനില് എന്റെ വൈഫിന്റെ ഷാള് കെട്ടുവാനിടയായി. ഷാള് കെട്ടി എന്റെ കഴുത്തിൽ കുരുക്കിട്ട് ചാടാം എന്നുള്ള ആ ഒരു പോയിന്റ് എത്തിയപ്പോ പെട്ടെന്ന് എന്റെ കതവില് രണ്ട് ആരോ കൊട്ടുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ്, ആരും കാണണ്ടല്ലോ, ഈ ഷാള് പെട്ടെന്നെടുത്ത് ഞാൻ ഫാനിന്റെ മേളിലോട്ട് ചുരുട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി കതവ് തുറന്നപ്പോൾ എന്റെ മകൻ. ഞാൻ ചോദിച്ചു, എന്താ പപ്പ? എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പപ്പ. എനിക്ക് പെട്ടെന്ന് എന്റെ പപ്പയെ കാണണമെന്ന് തോന്നി. അതാ ഞാൻ ഓടി വന്നേ. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഒരല്പ നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയേനെ. എന്റെ അപ്പൻ എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഇന്ന് അവിടെ നിന്ന് കരയുവാനിടയായി. അവിടെ നിന്നും ഞാൻ പെട്ടെന്ന്, അപ്പൊ അവള് ചോദിച്ചു, എന്താ ഇത്? ഇല്ല, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവര് വീട്ടുകാർ വന്നു, അവർക്ക് ഭയങ്കര സങ്കടമായി. ആ മോൾ അപ്പോഴൊന്നും വന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിലില്ല. ഞാൻ ഇപ്പോഴും ചിന്തിക്കും, ദൈവമേ, ഞാൻ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒന്ന് നോക്കിയാൽ ഞാൻ മണ്ണോട് ചേരേണ്ടവനാണ്. പക്ഷെ എന്റെ കർത്താവ് ഇന്നും എനിക്കൊരു ദോഷം വരാതെ, ഞാൻ ഇത്രയും അസുഖം വന്നിട്ട് ഒരു ഗുളിക പോലും കഴിക്കാതെ എന്റെ ദൈവം എന്നെ നടത്തുക. അങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ കടന്നുപോയി. എനിക്കറിയത്തില്ല. പിന്നെയും ഞാൻ ദൈവത്തിൽ നിന്ന് അകലാനിടയായി. അങ്ങനെ ഈ കഴിഞ്ഞ ഏപ്രിൽ 18-ാം തീയതി, ഈ കഴിഞ്ഞ വർഷം ഏപ്രിൽ 18-ാം തീയതി രാത്രി 8:45 എന്നെ നമ്മുടെ ഇഞ്ചക്കൽ ബൈപ്പാസ് SP പോർട്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരു കാർ ഇടിക്കുവാനിടയായി. എനിക്ക് ഒരു ഓർമ്മയില്ല, കാരണം ഞാൻ ഓർഡർ വന്നു, ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്തോ എന്റെ മെയിൽ വന്ന് വീഴുന്നത് പോലെ. ആ സമയത്ത് അവര് പെട്ടെന്ന് എന്റെ മൊബൈലിൽ ലോക്കല്ല. അവിടെ ഞാൻ ഒരു 5 മിനിറ്റ് മുമ്പ് എന്റെ വൈഫിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോണിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാരാണ്? അപ്പൊ പറഞ്ഞു, ഇതെന്റെ ഹസ്ബൻഡിന്റെ മൊബൈലാണ്.
പെട്ടെന്ന് വരണം, ആൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, ആളെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയുവാനിടയായി. പെട്ടെന്ന് എനിക്ക് പിന്നെ ഓർമ്മയില്ല, അവര് 108 വിളിച്ചു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി. ഈ സമയത്ത് വൈഫ് പറയുന്നുണ്ട്, നിങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത്, മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകണം, ആൾക്ക് ലിവറിന്റെ കംപ്ലൈന്റ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങൾ അതൊന്നും അല്ല ഞാൻ നോക്കുന്നത്, ഞങ്ങൾ ഈ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ 108 എന്റെ ഫോൺ എടുത്തിട്ട് അവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ അടുക്ക ആരെങ്കിലും നിൽപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ജോലി ചെയ്യുന്ന വീട്ടിലെ അവിടെ ആ ചേച്ചി, അവിടെ ഡോക്ടറാണ്, അവരെ കൊടുത്തിട്ട് അവര് സംസാരിക്കുവാൻ പറഞ്ഞു. സംസാരിക്കുവാൻ 108 ആള് പറയുക, ആള് കഴിഞ്ഞു, കാരണം അനക്കമില്ല, ശ്വാസമില്ല, ആള് മരിച്ചുപോയി. മനുഷ്യര് തീർന്നു എന്നുള്ള ആ തീർന്നെന്ന് പറഞ്ഞ ആ പോയിന്റിൽ നിന്നും എന്റെ ദൈവം അവിടെ ഉയർത്തുവാൻ തുടങ്ങി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ ഇങ്ങനെ വന്നു. ആ സമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഒരു മുസ്ലിം യുവാവ്, ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ സ്പോട്ടിൽ ആക്സിഡന്റ് നടന്നവർ ആ സ്പോട്ടിൽ മരിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ മകനെ നീ എന്തുകൊണ്ടോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അവിടെ നിന്ന് അയ്യം വിളിച്ച് ഉറച്ച് ഞാൻ പറഞ്ഞു, എന്റെ യേശു എന്നെ രക്ഷിച്ച്, എന്റെ യേശു എന്നെ രക്ഷിച്ചേ. അവിടെ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തു, അപ്പച്ചാ ഇനി ജീവിക്കുന്നെങ്കിൽ അങ്ങേക്ക്, മരിക്കുന്നെങ്കിൽ അങ്ങേക്ക്. അങ്ങനെ അവിടെ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഭവനത്തിലേക്ക് വിട്ടു. 6 മാസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അന്ന് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, 6 മാസത്തേക്ക് ആളെ എഴുന്നേൽക്കത്തില്ല. പക്ഷെ 3-ാം മാസം എന്റെ കർത്താവ് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുവാനിടയായി. ഇന്ന് ഞാൻ കണ്ണുനീരോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്, എന്റെ ദൈവമേ, ഈ ലോകം മുഴുവൻ എന്നെ വെടിഞ്ഞപ്പോ, ഈ ലോകക്കാർ കൂട്ടുകാരും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, കൈവിടാതെ മാറോട് ചേർത്ത എന്റെ കർത്താവ് ഇന്നും എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മറ്റുള്ള ദൈവമൊക്കെ എന്റെ കർത്താവ് എങ്ങനെ സ്നേഹിക്കുന്ന അറിയത്തില്ല, പക്ഷെ എന്റെ ജീവനെ ഉള്ളം കയ്യിൽ വെച്ച് തന്ന എന്റെ കർത്താവ്, ആ ജീവൻ, ആമേൻ, സ്തോത്രം. എനിക്കത് പറയാൻ വാക്കുകളില്ല. ഡോക്ടർ പറഞ്ഞു മരിച്ചു എന്ന്, പക്ഷെ എന്റെ ദൈവം എന്നെ ഇന്നും നിർത്തിയിരിക്കുന്നു. എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, ഇന്ന് ജീവിക്കുന്നെങ്കിൽ എന്റെ കർത്താവിന് വേണ്ടി മാത്രം, ഇനി മരിക്കുന്നില്ല അത് എന്റെ അപ്പന് വേണ്ടി മാത്രം. എനിക്ക് ഈ ജീവിത കാലയളവിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ലോകക്കാരൊന്നും കൂടെ കാണത്തില്ല. എന്നോട് നീ ചങ്കാണ്, നീ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടന്ന അനേക കൂട്ടുകാരുണ്ടായിരുന്നു. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തെ കളഞ്ഞ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശുപത്രിയിലാകട്ടെ, വിവാഹമാകട്ടെ, ഞാൻ രാവും പകലുമില്ലാതെ അവരെ കൂടെ നടന്നിട്ട് ഞാനൊന്ന് വീണപ്പോൾ ഒരു സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല, ഒരു കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. എന്നോടൊപ്പം ഇരുന്ന് എന്താ പറയാ, ഇന്നത്തെ തലമുറ പറയുന്നത് പോലെ നീ എന്റെ ചങ്കാണ്, നിനക്ക് വേണ്ടി എന്റെ ജീവൻ തരുമെന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്ന ഒരു കൂട്ടുകാരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഒരു കൂട്ടുകാരും. ഇന്നത്തെ തലമുറ ഇത് കേൾക്കുന്നെങ്കിൽ ചിന്തിച്ചോണം, ഒരു കൂട്ടുകാരും കൂടെ കാണത്തില്ല, ഒരു ബന്ധുക്കളും കൂടെ കാണത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ഞാനൊരു കേൾവി കേട്ട് വിശ്വസിച്ചവനല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു അനുഭവസ്ഥനാണ്. എന്റെ യേശു അപ്പൻ എത്ര വലിയവനാണ്, ആ അപ്പന്റെ സ്നേഹം എത്ര വലിയതാണെന്ന്, ആ അപ്പൻ എങ്ങനെ കരുതുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയവനാണ് ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്റെ കർത്താവ് കണക്കെടുത്താൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനല്ല. പക്ഷെ എന്റെ അപ്പൻ എന്നെ സ്നേഹിച്ചത് എന്നെ ഇന്നും ഉള്ള കയ്യിൽ കൊണ്ട് നടക്കുക. ഓരോ നിമിഷവും കർത്താവ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പനി വന്നപ്പോൾ ഞാൻ മരുന്ന് കഴിക്കത്തില്ല, കാരണം എനിക്കറിയാം എന്റെ അപ്പന എനിക്ക് ഈ ജീവൻ തന്നെ. ഈ ജീവൻ എടുക്കാൻ ഒരു പനിക്ക് സംഭവിക്കത്തില്ല, ഒരു രോഗത്തിനും പറ്റത്തില്ല, ഒരു മനുഷ്യനും എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ കർത്താവ് തന്ന ജീവൻ എടുക്കാൻ ആ അധികാരകൻ എന്റെ അപ്പം മാത്രമേ ഉള്ളൂ. ഇന്ന് എന്റെ പ്രായത്തിലുള്ള മക്കളോട്, എല്ലാ യുവാക്കളോടും പറയാൻ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, കർത്താവിനെ അറിയുക. ഈ യൗവന കാലത്ത് കർത്താവിനെ അറിയാൻ പറ്റിയാൽ ഈ ഭൂമിയിൽ വേറല്ലാതെ ഒരു ഭാഗ്യം. കാരണം 100 കോടി ലോട്ടറി അടിക്കുന്നതോ 10 വീട് വെക്കുന്നതോ 10 വണ്ടി വാങ്ങുന്നതോ ഒന്നും അല്ല. ഈ യൗവന കാലത്ത് നമ്മുടെ കർത്താവിനെ അറിഞ്ഞാൽ ഇതുപോലൊരു ഭാഗ്യം ഈ ഭൂമിയിൽ കിട്ടാനില്ല. കാരണം മരണത്തിന്റെ നീക്കുപോക്കുകൾക്ക് അധികാരകനായ അപ്പന്റെ മകനായി ജീവിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഈ ലോകത്തില് അപ്പനോട് പറയാനൊക്കെ ഒരു പരിധിയുണ്ട്, പക്ഷെ ഈ അപ്പനോട് നമുക്ക് എന്തും പറയാം, ഈ അപ്പനോട് നമുക്ക് എന്തും ആവശ്യപ്പെടാം. കാരണം ആ അപ്പൻ തരാൻ അത്രയ്ക്ക് ശ്രേഷ്ഠനാണ്.
ഞാൻ ഇന്നും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എന്റെ അപ്പനോട് അനുവാദം ചോദിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. കാരണം ദൈവമേ, ഈ ഒരു രാവിലെ ഒന്ന് പകൽ എണ്ണീക്കുകയാണെങ്കിൽ കർത്താവേ, എന്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതൊന്നും എന്റെ ജീവിതത്തിൽ വരാൻ അനുവദിക്കല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പല പല ആലയങ്ങളിലും കടന്നുപോയി പറയാറുണ്ട്, യൗവനക്കാരോട് ഞാൻ പറയാറുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് പഠിച്ചവനല്ല, ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവനാ. അതുകൊണ്ട് ആ കർത്താവിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചോണം. ആപ്പനല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഈ ആക്സിഡന്റ് ഞാൻ പിന്നെ പോയി സ്ഥലം കണ്ടതാണ്. എന്നെ വണ്ടി ഇടിച്ച് വണ്ടിയോടെ ഞാൻ എത്രയോ പൊക്കത്തിൽ വണ്ടിയോട് പോയി തിരിച്ച് കഴുത്ത് കുത്തി വീണ് കഴുത്തൊടിഞ്ഞു, നട്ടലൊടിഞ്ഞു, പിന്നെ ഒരു അനക്കം ഉണ്ടായില്ല. അവിടെ ഒരു വലിയ കരിങ്കൽ കോട്ടയുണ്ട്, ആ കോട്ടയുടെ അടുക്കയാ വീണ്. എന്റെ തലയും ആ കരിങ്കല്ലുമായിട്ട് അധികം ഗ്യാപ്പ് പോലുമില്ല. അവിടെ തലയടിക്കാതെ എന്റെ ദൈവം അവിടെ കരം വെച്ച് എന്നെ സൂക്ഷിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ആ ആ ആ കരിങ്കല്ലിന്റെയും എന്റെ തലയുടെയും ഇടയിൽ എന്റെ അപ്പന്റെ കരം ഉണ്ടായിരുന്നു. ആ തലയങ്ങടിച്ചിരുന്നെങ്കിൽ ഞാനില്ല. അവിടെയും എന്റെ അപ്പൻ എന്നെ താങ്ങി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ ആക്സിഡന്റ് ആയ സമയത്ത് വിളിച്ചു നിർത്തിയതുപോലെ 108 പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് ആൾക്കാരെടുക്കുന്നു, കൊണ്ടുപോകുന്നു, അവിടെ ചികിത്സ ചെയ്യുന്നു. ഞാനിപ്പോ ചിന്തിക്കുന്നു, എന്റെ അപ്പനോട് ചേർക്കുവാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വരെ എന്റെ ജീവൻ ഒരു കോട്ടം തട്ടാൻ എന്റെ അപ്പൻ എന്നെ അനുവദിച്ചിട്ടില്ല. എന്റെ അപ്പൻ ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നു. ഇന്ന് എന്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ്. അന്ന് എന്നെ പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുമെങ്കിൽ ഇന്ന് ഞാൻ എന്റെ അപ്പനും അമ്മയും പള്ളിയിൽ പോകാൻ വിളിക്കുക. ഞാൻ ഓരോ ദിവസവും ഞാനിങ്ങനെ ഓരോ ആലയത്തിൽ എനിക്ക് അറിയാവുന്ന ആലയത്തിലൊക്കെ അറിയുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ പോകുന്ന ദൈവാലയത്തിൽ ഒരു 10 മിനിറ്റ് എനിക്ക് എന്റെ ദൈവം ചെയ്യുന്ന നന്മകളെ പറയാൻ എനിക്കൊരു അവസരം വേണം. കാരണം എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ദൈവം ചെയ്ത നന്മകള് എന്താ പറയാ, ഇനി അധികവും പറയാനുള്ളതേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും പറയും, ഇനി എന്റെ അപ്പന് വേണ്ടി എനിക്ക് ജീവിക്കണം. എന്റെ ദൈവം ചെയ്ത നന്മകൾ എല്ലാവരും അറിയണം. അതുകൊണ്ട് ഞാൻ കിട്ടുന്ന ചില സമയങ്ങളിലൊക്കെ ഞാൻ ചില ഭവനങ്ങളിലൊക്കെ കടന്നുപോയി എന്റെ ദൈവം ചെയ്ത നന്മകളെ അങ്ങനെ ഞാൻ അങ്ങനെ ദൈവനാമത്തിൽ ഞാൻ കൊണ്ടുവന്ന് രക്ഷിക്കപ്പെട്ട അനേകം ഇന്ന് യുവാക്കളുണ്ട്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, കഞ്ചാവിന് മയക്കുമരുന്നിന് അടിമകളായി ജീവിക്കുന്ന ചിലർ. അവരുടെ അടുക്ക എന്റെ ദൈവം എന്നെ അയച്ചു. അവരോട് ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്നെ രക്ഷിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിലും അധികമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവനാ, ഇതിലും അധികമായി ഞാൻ കളിച്ചവനാ. പക്ഷെ ആ കളിയെല്ലാം എന്റെ ദൈവം ഒടിച്ച് മടക്കി മാറ്റിയിട്ട് എന്നെ ഒരു പുതിയ മനുഷ്യനെ നിർത്തിയിരിക്കുക. അവരുടെ അടുക്ക എന്റെ ദൈവം ചില നന്മകളെ ഞാൻ പറഞ്ഞ് അവരെയും ഞാൻ കൊണ്ടുവന്ന് എന്റെ കർത്താവിന്റെ അടുക്ക്. എനിക്കൊരാഗ്രഹമുണ്ട്. കാരണം ഇന്ന് എന്റെ ഈ ദേശം, എന്റെ ഭവനം വളരെയധികം പൊട്ടിപ്പൊളിഞ്ഞൊരു ഭവനമായിരുന്നു. കോവിഡ് ഇങ്ങനെ ലോകം മൊത്തം മിന്നി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഈ ചർച്ച് ഓഫ് ഗോഡ്, ഞാനിപ്പോ പോകുന്ന ചർച്ച് പട്ടം ചർച്ച് ഓഫ് ഗോഡ് എന്ന ദേവാലയത്തിലാണ്. അവിടെ സൂം മീറ്റിംഗില് അങ്ങനെ കയറുവാൻ ഇടയായി. അങ്ങനെ സൂം മീറ്റിംഗിൽ കയറിയ സമയത്ത് ഞാൻ എന്റെ മകളെ വിളിച്ചടുത്തിരുത്തി പറഞ്ഞു, മകളെ, നമുക്ക് ഈ സൂം മീറ്റിംഗിൽ ഒന്ന് കയറണം. കാരണം കോവിഡ് സമയത്ത് നമുക്ക് ആരാധനയ്ക്കൊന്നും കടന്നു പോകാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ ഇവള് പറഞ്ഞു, പപ്പ ഞാൻ കയറുന്നില്ല. കാരണം നമ്മുടെ വീട് നോക്ക്, ആകെ കട്ട കെട്ടി ആ വീട്, ആൾക്കാർ എങ്ങനെ കളിയാക്കത്തില്ലയോ. ഞാൻ അവിടെ ഇരുന്ന് എന്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, അപ്പാ എനിക്ക് നല്ലൊരു ഭവനം വേണം. കാരണം മകള് പറഞ്ഞത് എന്റെ അപ്പം കേട്ടോ. അങ്ങനെ ഈ സൂം മീറ്റിംഗിൽ ഇങ്ങനെ യോഗം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു പാസ്റ്ററിനോട് ചോദിച്ചു, ഇത് രാജേഷിന്റെ വീടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. രാജേഷ് എങ്ങനെയാ ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ആയി? ഞാൻ പറഞ്ഞു, ഇതുപോലെ സമൂൽ സാർ എന്ന സാറ് മുഖാന്തരമാണ്. ആ സമൂൽ സാറിനെ ഞങ്ങൾ ബന്ധപ്പെട്ടോളാം എന്ന് പറഞ്ഞു. സമൂൽ സാറിനെ അവർ വിളിക്കുവാൻ ഇടയായി. അവര് വിളിച്ചു പറഞ്ഞു, ആ രാജേഷിന്റെ വീട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇത് ദൈവം ചെയ്യുന്ന ഓരോ വഴി ഞാൻ പറയുക. അപ്പോ അതൊന്ന് ബ്രദർ ഒന്ന് പോയി കാണണം, ഭവനം ഒന്ന് കാണണം, പോയി കണ്ടിട്ട് ആ വീടൊന്ന് പണിയാൻ എത്ര എസ്റ്റിമേറ്റ് ആകുമെന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞു. എന്റെ കർത്താവ്, എന്റെ കുഞ്ഞിന്റെ പ്രാർത്ഥന കേട്ട എന്റെ കർത്താവ് അവർ കടന്നു വന്നു. ആ വീടിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് ഇത്രവും ചന്തവും ആക്കി എന്റെ ദൈവം ഭവനം തന്നു. ആമേൻ സർ. 1 രൂപ പോലും ഞാൻ ചെലവാക്കിയിട്ടില്ല. ഒരു രൂപ ഒരു ചായ പോലും ഞാൻ അവർക്ക് കൊടുത്തു. കാരണം കംപ്ലീറ്റ് ചെലവ് അവരാളയച്ചു, അവരൊന്ന് സാധനം ഇറക്കി. ഇന്ന് എന്റെ ഭവനം ഈ ദേശത്ത് വലിയൊരു ഭവനമാക്കി എന്റെ ദൈവം മാറ്റി. അങ്ങനെ ഞാൻ ഈ ഭവനം ചന്തമായിരുന്ന സമയത്ത് എന്റെ അടുത്ത് എന്റെ സാറ് പറഞ്ഞു, ഈ കർത്താവ് ഈ ദേശത്ത് നിനക്ക് നല്ലൊരു ഭവനം തന്നതേ നിനക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, ഈ ദേശത്ത് നിന്നെ ദൈവം മാനിക്കുക. ഈ ദേശത്തിലെ സകല ജാതികളെയും നീ ദൈവത്തിന് വേണ്ടി നേടണം. ഈ സകല ജാതികളെ ദൈവത്തിന് നേടണം. അതിനുവേണ്ടി ഞാൻ ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ ദേശത്തിന്റെ നടുവിൽ നിന്ന്
എന്റെ കർത്താവിനെ സാക്ഷീകരിപ്പാൻ എനിക്കൊരു മുഖാന്തരം ഒരുക്കി തരണം അപ്പ. ഇനി ഞങ്ങളുടെ ചുറ്റുപാട് മൊത്തം ഹിന്ദുക്കളാണ്. എങ്കിലും ഞാനിവിടെ നിന്ന് 7 മണിക്ക് വചന സങ്കീർത്തനങ്ങൾ 150 പറയുന്ന പോലെ അത്യുച്ചത്തിൽ ഞാൻ പാടി പ്രാർത്ഥിക്കും. ഞാനിവിടെ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ഉറച്ചു പാടി പ്രാർത്ഥിക്കും. കാരണം എല്ലാവരും കേൾക്കണം. ഈ ദേശത്ത് ഒരുവൻ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഈ ദേശത്തിനെ ശത്രുവിൽ നിന്ന് വിടുവിക്കാൻ എന്റെ ദൈവമുണ്ട്. എനിക്ക് ഉറപ്പാണ്. ഈ ദേശത്ത് എനിക്ക് വേണ്ടി നേടണം. എനിക്കൊരൊറ്റ ഇതേ ഉള്ളൂ ഈ ദേശത്ത്. കാരണം എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ. ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ നിന്ന് ചിന്തിക്കാറുണ്ട്, ഇവിടെ ആരാധിക്കുന്ന മൊത്തം ഈ കളിവൻ പ്രതിമകളാണ്. അതിനം പറയുന്നത് അത് ഉണ്ടാക്കുന്നവർ അതുപോലെയാണ്. ഞാൻ ഇവിടുന്ന് ഉറച്ച് ആരാധിക്കും, പ്രാർത്ഥിക്കും. എന്റെ കർത്താവിന്റെ സ്നേഹം ഇവരും അറിയണം. എന്റെ അപ്പൻ ആരാണെന്ന് ഇവരറിയണം. എന്റെ കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് ഇവർ അറിയണം. അതുകൊണ്ട് എന്റെ അപ്പ അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ്. കൊറോണ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ പലയിടങ്ങളിലും കടന്നുപോയി പ്രാർത്ഥിച്ചു. ഒരു കൊറോണയോ കോവിഡോ തൊടാൻ എന്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. ഒരു ദൈവമക്കൾക്ക് ചില സമയത്ത് കിട്ടാത്ത ഭാഗ്യമാണ്. കൊറോണ സമയത്തും എന്റെ കർത്താവിന്റെ കർത്തൃമേശ സ്വീകരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത് വലിയ, ഞാൻ ഇന്നും ഞാൻ വളരെയധികം സന്തോഷത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. പലർക്കും പല ദൈവമക്കൾക്കും കോവിഡ് സമയത്ത് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ആ കോവിഡ് സമയത്തും കാലുകളിൽ ശുശ്രൂഷയ്ക്കും എന്റെ കർത്താവിന്റെ കർത്തൃമേശയ്ക്കും എന്റെ കർത്താവിനെ യോഗ്യനാക്കി തീർത്തു. അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായി തോന്നുന്നത്, എന്റെ അപ്പനെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റായി കിടന്ന സമയത്ത് എന്റെ മകൾക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല. വൈഫ് ജോലിക്ക് പോകുന്നു, മകളെ എനിക്ക് കൂട്ടിരിക്കുന്നത്. അവളുടെ ഭാവി പോയി. +1 പോകാൻ പറ്റിയില്ല, +2 പോകാൻ പറ്റിയില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അപ്പച്ചാ മകളുടെ ഭാവി. അപ്പോ പല അഭിഷേകനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവിന്റെ സമയം വരെ നീ ഒന്ന് കാത്തിരിക്കും, ബാക്കി ദൈവം നോക്കിക്കോളും. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് മകള് ചങ്ങനാശ്ശേരിയില് ഒരു പെനിയൽ എന്ന, അതൊരു പെന്തക്കോസ്റ്റിന്റെ ഇതിൽ പെട്ടതാണ്. അവിടെ അവൾ ആയുർവേദ നഴ്സിംഗിന് ഇന്ന് 1ാം വർഷം വിദ്യാർത്ഥിനിയാണ്. +1 +2 പോലും പോയിട്ടില്ല. പക്ഷേ എന്റെ അപ്പൻ കൊടുത്താൽ അത് എന്റെ വചനം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കർത്താവ് വചനം, നിന്റെ മകളെ ഞാൻ ഉന്നതകളിൽ ഓടുമാറാക്കും. എന്റെ കർത്താവ് എന്റെ മകളെ അവൾ ബാക്കി പഴയതുപോലെ എല്ലാ ഈ ചിന്തകളും മാറ്റിയിട്ട് അവൾ പറഞ്ഞു, അപ്പ എനിക്ക് പഠിക്കണം. അവള് തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ദൈവം മകളെ ആ സമയമാകുമ്പോൾ ദൈവം നടത്തും. ഇന്ന് അവൾ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ നാളുകളിൽ അവൾ വന്നിട്ട് സന്തോഷത്തോടെ കടന്നു പോകാൻ ഇടയായി. എന്നും അവള് ഇടയ്ക്ക് വൈകുന്നേരം വിളിക്കും, അവൾക്ക് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കും. അവൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വിളിക്കും, ഞാൻ രാത്രി പ്രാർത്ഥിക്കും. അതുപോലെ ദൈവനാമത്തിൽ എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ വന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്റെ ദൈവം ചെയ്ത നന്മകൾ എല്ലാവരും അറിയണം. എന്റെ ഈ സാക്ഷി കേട്ട് ഇന്നത്തെ യൗവനക്കാർ, ഇന്ന് ഈ ലോകം ആകെ ഈ ലോകത്ത് എന്താ പറയാ, ഞങ്ങളുടെ ചുറ്റുപാടും അനേക യൗവനക്കാരുണ്ട്. അവരൊക്കെ എന്റെ ദൈവനാമത്തിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. ചിലർ ഏറ്റെടുക്കാറുണ്ട്, ചിലർ അത് പിന്തള്ളിക്കളയാറുണ്ട്. ഞാൻ എന്നാൽ അവരോട് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ ദൈവമേ, അങ്ങനെ ദൈവം എനിക്കൊരു 2 വീലർ ദൈവം തന്നിട്ടുണ്ട്. അത് ആക്സിഡന്റായി അങ്ങനെ ഞങ്ങളുടെ കമ്പനിയിൽ പണി ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിന് മുന്നേയായിട്ട് ഈ വണ്ടി വാങ്ങുന്ന സമയത്ത് എന്റെ വണ്ടി എനിക്ക് മുറ്റത്ത് കയറാൻ പറ്റത്തില്ല. എന്റെ വഴി ആകെ പോയി, ഒരാൾക്ക് നടന്നു വരാൻ പോലും പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് വാഹനം വേറൊരു വീട്ടിലാണ് വെക്കുന്നത്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കൊരു വാഹനം ദൈവം തന്നു, അത് മറ്റുള്ളവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കേണ്ടതാണോ അപ്പാ? എനിക്ക് എന്റെ വീട്ടിന്റെ മുറ്റത്ത് എനിക്ക് വണ്ടി തരണോ അപ്പാ? കാരണം എനിക്ക് എന്റെ ആവശ്യങ്ങൾ പറയാൻ എന്റെ അപ്പനെ ഉള്ളൂ. കാരണം എനിക്കറിയാം, ഞാൻ പറഞ്ഞ എന്റെ അപ്പൻ എനിക്ക് ചെയ്യും. കാരണം എന്റെ അപ്പൻ എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന. ഞാൻ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഓർഡർ വന്നു, എന്റെ വഴി കോൺക്രീറ്റ് ചെയ്യണമെന്ന്. അവിടെ എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. മറ്റുള്ളവരെ വീട്ടിൽ വെച്ചിരുന്ന വണ്ടി എന്റെ വീടിന്റെ മുറ്റത്ത് വെക്കേണ്ട ദൈവം എന്നെ അനുവദിച്ചു. അത് കഴിഞ്ഞ് ആക്സിഡന്റായി വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മൊബൈലിൽ യൂട്യൂബിൽ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. വളരെയധികം ആഗ്രഹമാണ്, പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ പഴയ കൂട്ടുകാരന്മാര് വരാൻ തുടങ്ങി. അന്ന് ഞാൻ മുഖം കറുപ്പിച്ചവരോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ ആക്സിഡന്റ് ആയ സമയത്ത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. ഞാൻ മരിച്ചോ ഉണ്ടോ അല്ലെ എന്റെ കുടുംബം എന്തെങ്കിലും കഴിച്ചോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല. ഇനി മേലാൽ ആരും എന്റെ കുടുംബത്തെ കയറി പോകരുത്. അപ്പൊ എന്റെ അമ്മ അവരൊക്കെ പറഞ്ഞ പിണക്കണ്ട. ഞാൻ പറഞ്ഞു, പിണങ്ങട്ടെ, ആര് പിണങ്ങിയാലും പിണങ്ങാത്ത ഒരപ്പൻ എന്റെ അരികത ഇരിപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കൊക്കെ വണ്ടി പോകുമ്പോൾ ഞാൻ ആലോചിക്കും, എന്റെ അപ്പൻ എന്റെ പിറകെ ഇരിക്കുക, എന്റെ തോളിൽ കരം പിടിച്ച എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ട്. ഞാൻ ദൈവത്തിൽ ദൈവമേ ഇവിടെ നിന്ന് എണീറ്റ് എനിക്ക് എല്ലാ ആലയത്തിലും ഒന്ന് കടന്നു പോകണം. എനിക്ക് ബസ്സിൽ കയറാൻ പറ്റത്തില്ല, കാല് ഉയർത്തി പ്ലാറ്റ്ഫോമിൽ വെക്കാൻ പറ്റത്തില്ല, ഈ നട്ടൽ വെച്ചിട്ട് പ്രശ്നമുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞു, അപ്പ വാഹനം പണിത് വെച്ചിട്ടുണ്ട്, എനിക്ക് വാഹനം ഇറക്കണം.
ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്താ, എനിക്ക് വാഹനം വേണം. അപ്പൊ ഞാൻ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കാം. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വചനം എങ്ങനെ കേട്ടു, അവിടെയും പറഞ്ഞു നീ ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്ക എന്ന്. ഞാൻ പ്രാർത്ഥിച്ചു. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച ഞാനിങ്ങനെ എണീറ്റിരിക്കാൻ തുടങ്ങിയതപ്പോ ഈ വലിയുള്ള ചർച്ചിൽ സാറിന്റെ ഭവനത്തിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വലിയൊരു ആഗ്രഹമായി. അങ്ങനെ അച്ഛന്റെ വണ്ടി എനിക്ക് ഇരുന്ന് ഓടിക്കാൻ പറ്റില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഓടിച്ചു പോയപ്പോ അമ്മ പെട്ടെന്ന് പറയാനിടയായി, നീ ഇങ്ങനെ സ്ഥിരമായി പള്ളി വരികയാണെങ്കിൽ വാഹനം ഞാൻ ഇറക്കി തരാമെന്ന്. അതെ, ഞാൻ അവിടെ എന്ത് ചിന്തിച്ചു, ദൈവത്തിന്റെ സമയമായി. അത് കഴിഞ്ഞ് 3-ാം ദിവസം വാഹനം ഭവനത്തിൽ കൊണ്ടുവന്നു. ഇന്ന് വാഹനം എന്നോട് കൂടെ ഉണ്ട്. ഞാൻ കിട്ടുന്ന സമയങ്ങളിൽ അടുത്തുള്ള പ്രാർത്ഥനകൾക്ക് കടന്നു പോകാറുണ്ട്. ഞാൻ ചർച്ചകളിൽ കടന്നു പോകാറുണ്ട്. എനിക്ക് ഒറ്റ ചിന്തയുള്ളൂ, അവര് പട്ടം ദൈവാലയത്തിൽ കടന്നു പോയപ്പോൾ പറഞ്ഞു ഇവിടെ അംഗമാകണമെന്ന് പറഞ്ഞു. എനിക്ക് അംഗമാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ അംഗമാകാം, പക്ഷേ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈ ചർച്ച വരത്തില്ല. എനിക്ക് എനിക്ക് സഞ്ചരിക്കണം പാസ്റ്ററെ, എനിക്ക് സഞ്ചരിക്കണം പാസ്റ്ററെ എന്ന് പറഞ്ഞു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ എന്നും ഈ ചർച്ചിൽ വരുന്നതല്ലേ, എല്ലാവർക്കും എന്നെ അറിയാം, എന്റെ സാക്ഷ്യം എല്ലാവർക്കും അറിയാം. കേൾക്കാത്തവര് കേൾക്കണ്ടേ പാസ്റ്ററെ? അതുകൊണ്ട് ഞാൻ ഈ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചർച്ച് പെന്തക്കോസ്തിന്റെ ബോർഡൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ എഴുതിയെടുക്കും. വൈകുന്നേരം ഞാൻ വിളിക്കും, എന്റെ പേര് രാജേഷ് എന്നാണ്, ഞാനൊരു ദൈവമകനാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു ദൈവമകനാണ്. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ കുറെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെനിക്ക് മറ്റുള്ളവരോട് സാക്ഷീകരിക്കാൻ ഒരു 10 മിനിറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അവർ സന്തോഷത്തോടെ തരും. ഞാൻ കടന്നു പോകും. എനിക്ക് ദൈവമക്കളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. എന്തെന്ന് വെച്ചാല്, ഞാൻ ഈ സാക്ഷ്യം പറയാൻ കടന്നു പോകുമ്പോൾ എനിക്ക് പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഭവനത്തിലും പാടാറുണ്ട്. അങ്ങനെ പാട്ടൊക്കെ ഞാൻ ഭവനത്തിൽ ഇങ്ങനെ പഠിച്ച് അങ്ങനെ പാടണം ഇങ്ങനെ പാടണം ചിന്തയിൽ ചെന്ന് സാക്ഷ്യം പറയാനായിട്ട് മുന്നോട്ട് ചെന്ന ഒരു മൈക്ക് തരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ധൈര്യം ചോർന്നു പോകുന്ന ഒരവസ്ഥ. അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും ചിന്തിച്ച എന്ത് ചെയ്യും? തൊണ്ടയൊക്കെ അങ്ങ് ഒട്ടിപ്പോകും. പാട്ട് പാടത്തില്ല. ആ സമയത്ത് പറയാനുള്ളതൊക്കെ അങ്ങ് മറന്നു പോകും. എന്നാൽ ധൈര്യത്തോടെ എനിക്ക് നിൽക്കണം ദൈവസന്നിധിയിൽ. ആ ഒരു എന്തെന്ന് എനിക്ക് അറിയത്തില്ല, പേടി ഇങ്ങനെ അങ്ങനെ പെട്ടെന്നൊരു പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ദൂരദേശങ്ങളിലൊക്കെ കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പല അഭിഷിക്തരും പറഞ്ഞിട്ടുണ്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചോണം, ദൈവം തൊടാൻ പോവാ. അങ്ങനെ ഇടയ്ക്ക് ഒരു വചനം എനിക്ക് കിട്ടി, നീ എഴുന്നേറ്റ് പ്രകാശിക്ക, പ്രകാശം അടുത്തിരിക്കുന്നു. അതിന്റെ ദൈവം എന്നെ വിളിച്ച് എനിക്ക് മിക്ക സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് മനസ്സിങ്ങനെ തോന്നും. പെട്ടെന്ന് ഒന്നിങ്ങനെ ബൈബിൾ എടുത്ത് അത് തുറക്കുമ്പോൾ ദൈവം സംസാരിക്കും എന്നോട്, എപ്പോഴും സംസാരിക്കും. എളിയവരോട് സദ്വർത്തമാനം പറയാൻ ഞാൻ തന്നെ വിളിച്ചിരിക്കുന്നത്. നീ എഴുന്നേറ്റ് പ്രകാശിക്ക. ഞാന് ഇടയ്ക്ക് ഒരു ദിവസം എന്റെ ജീവിതത്തിൽ നിന്ന് ചെറിയൊരു തെറ്റിങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞുകൂടാ, അങ്ങനെ പറ്റുമോ? വചനം തന്നെ തന്നതാ, നിന്നെ അടിച്ചിട്ട് എന്താ കാര്യവും, ദൈവമേ എന്നോട് പൊറുക്കണം. അതുപോലെ എന്റെ വൈഫിന് ഇപ്പോ ഞായറാഴ്ച പള്ളികളിൽ പോകാനായിട്ട് പറ്റുന്നില്ല. കാരണം അവള് പോകുന്ന വീട്ടില് അമ്മാമ്മയെ ഞായറാഴ്ചകളിൽ നോക്കണം. എനിക്കൊരാഗ്രഹമുണ്ട്, കുടുംബമായി കടന്നു പോകണം. കുടുംബമായി ഭവനങ്ങളിലൊക്കെ കടന്നുപോയി എന്റെ ദൈവത്തെ എനിക്ക് ശുശ്രൂഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നിന്ന് ഒരു യൗവനക്കാർ പോലും ദൈവത്തെ അറിയാതെ നഷ്ടപ്പെടരുത്. എനിക്കിത് മാത്രമേ ഒരു ചിന്തയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അടുക്കയിൽ പോയി എന്റെ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച ഓരോ വഴികളും അവരോട് പറഞ്ഞ് എന്റെ ആ മക്കളെ ദൈവസേനയിൽ കൊണ്ടുവരണം. ഇന്ന് ഈ യൗവനക്കാർ കേൾക്കുന്നെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ യൗവനകാലത്ത് ഒരിക്കലും ലോകത്തിന്റെ തന്ത്രങ്ങളിൽ വീണു പോകരുത്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ പിടിച്ചു തിരിക്കുന്ന പലതും നമ്മുടെ കണ്ണിൽ കാണിക്കും. അതൊന്നും വേണ്ട. നമുക്കൊറ്റ പ്രത്യാശ, കർത്താവിന്റെ വരവിങ്കൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുമ്പോൾ ആ വിശുദ്ധരോട് കൂടെ നമ്മളും ചേരണം. അതിനുവേണ്ടി ഈ ശേഷിക്കുന്ന നാളിൽ ഒരുങ്ങിയിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ എന്റെ സാക്ഷ്യം നിർത്തുകയാണ്. ഈ അവസരം തന്ന ഈ പ്രിയ ചാനലിലെ എല്ലാ ദൈവമക്കൾക്കും വീണ്ടും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ഈ സന്ധ്യാകാലം കേൾക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഒരുവനെ കർത്താവ് അവനിലേക്ക് ആകർഷിച്ച് കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായിട്ടും കർത്താവിലേക്ക് അടുക്കുന്ന സമയം വരെയും ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യും. കടന്നു വരുന്നില്ല എന്ന് തോന്നിയാൽ
ദൈവം എന്തെങ്കിലുമൊക്കെ ചെയ്താണെങ്കിലും തൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് അവനെ അടുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. രാജേഷിനെ കർത്താവ് പല നിലകളിൽ സൗഖ്യവും വിടുതലും ഒക്കെ തന്നു. എങ്കിലും രാജേഷ് പൂർണ്ണമായിട്ടും ദൈവത്തെങ്കിലേക്ക് അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജേഷിനെ അടുപ്പിക്കുവാൻ ദൈവം ചില പദ്ധതികൾ ഒരുക്കി. സ്തോത്രം. ചിലതൊക്കെ തിന്മയ്ക്കായി നമുക്ക് തോന്നിയാലും ദൈവം അതെല്ലാം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണ്. ഓക്കെ, ഒരു ആക്സിഡന്റ് മുഖാന്തരം വലിയ പ്രതിസന്ധി കടന്നു വന്നെങ്കിലും കർത്താവ് ഇത്രത്തോളം നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തി നമ്മുടെ പെടലിയൊക്കെ ഉറപ്പിച്ച് ദൈവം ഇന്നും പ്രിയപ്പെട്ടവനെ ഇരുത്തിയിരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് തന്നെയല്ല, ലോകമെമ്പാടും കോവിഡ് കൊടുമ്പിരി കൊണ്ട് അനേകരും മരണത്തിന് കീഴടങ്ങി, അനേകർ കഴിക്കുവാൻ ആഹാരമില്ലാതെ ഭാരപ്പെട്ട നാളുകളിൽ തൻ്റെ ഭക്തന് വേണ്ടി ദൈവം ഒരുക്കിയ ഭവനത്തിലിരുന്നു കൊണ്ടാണല്ലോ കർത്താവിനെ സാക്ഷീകരിക്കുവാനിടയായി തീർന്നത്. നോക്കണം, നമ്മുടെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ എത്ര വലുതാണ്. അത് നമുക്കത് വർണ്ണിക്കുവാനോ അതിൻ്റെ ആഴം പരപ്പൊന്നും നമുക്ക് ചിന്തിക്കുവാനോ കഴിയുകയില്ല. സ്തോത്രം. ദൈവത്തിൽ പിന്നെയും നടത്തട്ടെ. ദൈവമാക്കിയിരിക്കുന്ന സഭയ്ക്ക് പ്രിയ രാജേഷും കുടുംബം അനുഗ്രഹമാകട്ടെ. സഹോദരിയോട് ചേർന്ന് സൺഡേയിൽ ആരാധനയ്ക്കൊക്കെ കടന്നു പോകുവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ. ഞങ്ങളും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രിയപ്പെട്ടുള്ള കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. മരണത്തെ മുഖാമുഖം കണ്ട പല സന്ദർഭങ്ങളും ജീവിതത്തിൽ വന്നു. എന്നാൽ കർത്താവെ, അസ്ഥികളൊക്കെ ഒടിഞ്ഞെങ്കിലും കർത്താവ് അറിയാണികളെ ബലപ്പെടുത്തി പ്രിയപ്പെട്ടവനെ ഇന്നും കർത്താവ് അങ്ങയുടെ സാക്ഷിയായി നിർത്തിയിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തൻ്റെ ദാസനെ കരുതണമേ. കാക്കയെ കൊണ്ട് പോറ്റുവാനും കഴിവുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ഒരു പുഴുവിനെ കൊണ്ട് അതേ തൻ്റെ പ്രവൃത്തികളെ ചെയ്യിക്കുവാൻ കഴിവുള്ള ദൈവമേ. ആജ്ഞ അനുസരിക്കുന്ന അനേക കാര്യങ്ങളെ കൊണ്ട് തൻ്റെ ഭക്തന്മാരെ പോറ്റുവാനും പുലർത്തുവാനും കഴിവുള്ള ദൈവമേ. രാജേഷിനെ കുടുംബത്തെയും കർത്താവ് പോറ്റി പുലർത്തണമേ, പട്ടണത്തിൽ അനുഗ്രഹിക്കണമേ. പിന്നെയും കർത്താവിൻ്റെ സാക്ഷികൾ അനേകരുടെ മുമ്പിൽ പ്രിയപ്പെട്ടവനെ കർത്താവ് നിർത്തിയാട്ടെ. കുടുംബമായി അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ എളിയവർ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഓക്കെ, രാജേഷ് കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.